പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചിക്കുട്ടന് ഇന്ന് തുടങ്ങി വെക്കേഷൻ തുടങ്ങി. അപ്പോൾ അച്ചിക്കുട്ടൻ വീടിന്ന് അച്ചിക്കുട്ടൻ്റെതായ ബുക്കുകളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഫുള്ള് ഇന്ന് അച്ചിക്കുട്ടൻ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. ബാഗൊക്കെ കഴുകി വയ്ക്കുന്ന അച്ചിക്കുട്ടൻ ഇന്നത്തെ കൊണ്ട് അങ്ങനെ നമ്മുടെ വെക്കേഷനൊക്കെ ആരംഭിക്കുവാണ്. 2 മാസം ഇനി അച്ചിക്കുട്ടൻ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലത്തോടുകൂടി അച്ചിക്കുട്ടൻ്റെ സ്കൂളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തുടങ്ങി അച്ചിക്കുട്ടൻ ഫ്രീ ആണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ തന്നെ അച്ചിക്കുട്ടനെ ഒതുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് എന്തായാലും രാവിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ചിക്കുട്ടൻ എന്താ അവിടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാ നമ്മുടെ അച്ചിക്കുട്ടൻ ഇവിടെ ഒതുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അച്ചിക്കുട്ടൻ്റെ ബുക്കുകൾ ഇരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബുക്കുകളും വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചിക്കുട്ടന് ഇഷ്ടപ്പെട്ട ടോയ്സ് അതും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചിക്കുട്ടൻ പെരുമാറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാ ആള് അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ ബാഗിലിരുന്ന് വെച്ച ബുക്കൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ബാഗ് കൊണ്ട് ഇതാ സോപ്പ് പൊടിയിൽ കൊണ്ട് മുക്കി വെക്കുവാണ്. അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ അത് അനിയനും നിൽപ്പുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി അപ്പോൾ അത് ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നനച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. എന്നോടൊപ്പം ചോദിച്ചാൽ എത്ര നേരം വെക്കണം. ഞാൻ കുറച്ച് നേരം അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ അമ്പുക്കുട്ടൻ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബുക്കൊക്കെ എടുത്ത് അമ്പുക്കുട്ടൻ നോക്കുവാണ്. ഇത് അച്ചിക്കുട്ടൻ എല്ലാ ബുക്കും ഇനി മേളിക്കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പോൾ പൊടിയൊക്കെ അടിക്കാൻ വേണ്ടി പൊടിയൊക്കെ തൂത്ത് ആൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒതുക്കിയതാണോ? അവിടെയും കൂടി അച്ചിക്കൂട്ടം എന്താ ഒതുക്കുന്നല്ല, ക്ലീൻ ചെയ്യുക. അതിൻ്റെ കട്ടക്ക് സപ്പോർട്ടായിട്ട് ഇതേ അനിയൻ ഇപ്പോൾ ഇതൊക്കെ വേണ്ടാത്തതാണോ? അമ്പു എന്ത് ചെയ്യുവാ? ആ അതെന്തിനാ കുഞ്ഞിന്? ആ ഈ ബുക്കിനകത്തൊക്കെ പേജ് ഉണ്ടോ? പേജ് ഉള്ളതൊക്കെ എടുത്ത് വെക്കുക. എന്തെങ്കിലും നമുക്ക് എന്തായാലും അച്ചിക്കുട്ടൻ എന്താ ഇത്രയൊക്കെ വൃത്തിയാക്കുന്ന ഇതൊക്കെ അടുക്കി ഇപ്പൊ വെച്ചതാ. അങ്ങനെ അച്ചിക്കുട്ടൻ്റെ വെക്കേഷൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ അച്ചു? ഇവിടെ ഉത്സവം ഏപ്രിൽ 3-ാം തീയതി. കുഞ്ഞെന്ത് ചെയ്യുവാ? ക്ലീൻ ചെയ്യുവാണോ? രണ്ടുപേരും കൂടി ചേട്ടനും അനിയനും കൂടി എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം അല്ലേ അച്ചൂസേ? ദേ താറയൊക്കെ തുടയ്ക്കുന്ന തുണി കൊണ്ട്. എന്തായാലും ഞാൻ അപ്പുറത്തോട്ട് പോകണം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പുറത്ത് വന്നപ്പോൾ നമ്മുടെ നിമോ ചേട്ടൻ എന്താ പുറത്ത് മുട്ടൻ പണിയാണ് കേട്ടോ. ചേട്ടൻ രാവിലെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഈ ചെടികളൊക്കെ തണലത്തായിരുന്നു കേട്ടോ ഫസ്റ്റ് വെച്ചത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ ഇലക്കൊക്കെ ഈ കളറാണ്, കടും പച്ച കളറാണ്. പക്ഷേ ഇപ്പോഴത്തെ ചൂട് എല്ലാം കൂടി കൊണ്ടിട്ട് ആ വെയിലത്തിരുന്ന് അവരുടെ ആ ചെടിയുടെ കളറൊക്കെ ശരിക്കും മാറി. കാരണം നിമോ ചേട്ടൻ പിന്നെ അവരെ എടുത്ത് തണലത്തോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയറിൽ വെച്ചു. അപ്പോൾ അമ്പുക്കുട്ടനും ഇനി സ്റ്റെയറിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ചെടികളുടെ റോസയുടെയൊക്കെ കൊമ്പൊക്കെ ഒന്ന് ചേട്ടൻ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ 2 താറാങ്കുഞ്ഞുങ്ങളെ മേടിച്ചായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിലൊരെണ്ണം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചത്തുപോയായിരുന്നു. പിന്നെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ പേരിട്ടേക്കുന്നത് അമ്മണി എന്നാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കൂടി ഇത് കൂട്ടായിട്ടാണ്. അമ്പുക്കുട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. കണ്ടപ്പോൾ നിമോച്ചനും അച്ചൂസും കൂടി പുറത്ത് പോയപ്പോൾ. പക്ഷെ അമ്പുക്കുട്ടന് അധികം അങ്ങനെ അടുത്തോട്ട് ചെല്ലത്തില്ല. അവനെന്തോ പേടി പോലെയൊക്കെ. അപ്പോൾ കുറച്ച് നേരം അവളതാ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ താഴ്ത്തൊഴിച്ച് കൊടുത്ത് അവിടെ കുറച്ച് നേരമൊക്കെ ആൾ കളിക്കും. അപ്പോൾ അച്ചിക്കുട്ടനും അമ്പുക്കുട്ടനും കൂടി ബാഗ് കഴുകുവാണ്. അതിൻ്റെ അടുത്ത് നമ്മുടെ അമ്മണിയും നിൽപ്പുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്നായിരുന്നു. അപ്പോൾ ഇത് ബീറ്റ്റൂട്ട് പച്ചടിയാണ് കേട്ടോ വയ്ക്കുന്നത്. കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ബീറ്റ്റൂട്ട് പച്ചടി വയ്ക്കാനായിട്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു ബീറ്റ്റൂട്ടാണ് എടുത്തത്. അത് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു. പിന്നെ അത് വേകുന്ന സമയത്ത് തേങ്ങ ഞാൻ കുറച്ച് തേങ്ങ ഒരു മുറിയുടെ പകുതി എടുത്തിട്ട് നല്ലതുപോലെ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്ത്. അപ്പോഴത്തേക്ക്
നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അരപ്പൊക്കെ ഇട്ടു. പിന്നെ ഒട്ടും പുളിയില്ലാത്ത കട്ട തൈര് അതും കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അപ്പോഴത്തേക്ക് ഈ സമയത്ത് നമ്മൾ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ഗ്യാസ്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് എനിക്ക് തന്ന ചക്കയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും എടുക്കുന്നില്ല, നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഉണക്ക മീനും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി വറുത്ത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം.